മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവിടുത്തെ പാർട്ടികളെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. BJP ഒഴികെയുള്ള പാർട്ടികൾക്ക് പലതും തെളിയിക്കുവാനുള്ള സമയം കൂടിയാണ് മുന്നിലെത്തി നിൽക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായി നിന്ന ശിവസേനയും NCPയും 2024 എത്തിയപ്പോഴേക്കും 4 പാർട്ടികളായി പിരിഞ്ഞു കഴിഞ്ഞു. ശിവസേന ഉദ്ധവനും ഷിൻഡേക്കും കീഴിൽ രണ്ടായപ്പോൾ NCPയെ പിളർത്തി ശരത് പവാറിനെ ചവിട്ടി അജിത് പവാറും രണ്ടാമത്തെ NCP ഉണ്ടാക്കി. ശരത് പവാറും അനന്തരവൻ അജിത് പവാറും ഒറ്റക്കെട്ടായിരുന്നു. ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ ആ കുടുംബത്തിലേക്ക് കയറിയതോടെയാണ് എല്ലാം തകർന്നത്. അജിത്തിനെതിരെ കേസുകൾ വന്നതിനു പിന്നാലെ കേസുകൾ നേരിടുന്നവർ ഇപ്പോൾ ചെയ്യുന്ന അതേ കാര്യമായിരുന്നു അജിത് പവാറും ചെയ്തത്. അമ്മാവനെ വിട്ട് മറുകണ്ഠം ചാടിയ അനന്തരവൻ അജിത് NDAയിലെത്തിയപ്പോൾ കേസും പോയി, ഉപമുഖ്യമന്ത്രി സ്ഥാനവും കിട്ടി. ഇപ്പോൾ ഒറിജിനൽ NCPയും അജിത്തിന്റെ കയ്യിലാണ്. ഇതിനു പുറമെ ശരത് പവാർ ക്യാമ്പിൽ നിന്നും ശക്തനായ പ്രഫുൽ പട്ടേലിനെയും പുറത്തു ചാടിക്കാൻ അടുത്തിടെ അജിത് പവാറിന് സാധിച്ചിരുന്നു. എയർ ഇന്ത്യ കേസിൽ പേടിച്ചു നിന്നിരുന്ന പ്രഫുലിനെ CBI വക ആശ്വാസവും പിന്നാലെ കിട്ടി. ഏറ്റവും ഒടുവിലായി ഇപ്പോഴത്തെ സ്വന്തം ഭാര്യയെ മത്സര രംഗത്തിറക്കി മറ്റൊരു വെട്ടും ശരത് പവാറിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അജിത് പവാർ. മഹാരാഷ്ട്രയിലെ ബാരാമതി മണ്ഡലത്തിലാണ് ഭാര്യ സുനേത്ര പവാറിനെ മത്സരത്തിനിറക്കുന്നത്. എതിർ സ്ഥാനാർത്ഥി സിറ്റിംഗ് MPയും ശരത് പവാറിന്റെ മകളുമായ സുപ്രിയ സുലെയാണ്. 2009 മുതൽ 3 തവണ തുടർച്ചയായി സുപ്രിയ ജയിക്കുന്ന മണ്ഡലമാണ് ബാരാമതി. NCPയുടെ ശക്തി കേന്ദ്രമാണെന്ന് പറയാം. കഴിഞ്ഞ ദിവസം സുനേത്രയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ NCP ശരത് പവാർ വിഭാഗം സുപ്രിയയുടെ പേരും ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ 2 ശക്തരായ വനിതകൾ ഏറ്റുമുട്ടുന്നുവെന്ന അഭിമാന പോരാട്ടത്തിന് കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. ഏത് പവാറിനാണ് ജനങ്ങൾക്കിടയിൽ ശക്തി എന്ന് കൂടി തെളിയിക്കുന്ന പോരാട്ടമായിരിക്കും ബാരാമതിയിൽ നടക്കുകയെന്നും ഉറപ്പായിട്ടുണ്ട്. ജനങ്ങളെല്ലാം അജിത്തിനൊപ്പമുണ്ട് എന്നതാണ് സുനേത്ര പറയുന്നത്. ഇതൊരു സുവർണാവസരമാണെന്നും വോട്ടർമാർ അജിത് പവാറിനൊപ്പമാണെന്നും സ്ഥാനാർത്ഥി പറയുന്നുണ്ട്. ഇതാദ്യമായാണ് സുനേത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തനിക്ക് ടിക്കറ്റ് നൽകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സുനേത്ര നന്ദിയും പറഞ്ഞു കഴിഞ്ഞു. വികസന മുരടിപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ബാരാമതിയിൽ നിന്നും ഇത്തവണ ആര് ജയിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നതാണ് അജിത് ബാരാമതിയിൽ നടത്തിയ റാലിക്കിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. 1984 ശരത് പവാർ വിജയിച്ച മണ്ഡലമാണ് ബാരാമതി. 91 അജിത് പവാറിന് മണ്ഡലം വിട്ടു നൽകി. അജിത് ജയിക്കുകയും ചെയ്തു. അടുത്ത തവണ അജിത് മണ്ഡലം ശരത് പവാറിന് കൈമാറി. 96 ശരത് പവാർ വീണ്ടും മത്സരിച്ച് വിജയിച്ചു. പിന്നീടാണ് മണ്ഡലം മകൾ സുപ്രിയയ്ക്ക് നൽകുന്നത്. കുടുംബ മണ്ഡലമായി കരുതപ്പെടുന്ന ബാരാമതി കൂടി ശരത് പവാറിന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കുകയാണ് അജിത് പവാർ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്.